വേണ്ടിയിട്ട്. ഒരു സാധാരണ FR വേറൊരു 11 ആംപിയർ ഒക്കെയാണ് കറണ്ട് റേറ്റിംഗ് പറയുന്നത്. ഇത് കണ്ടിന്യൂസ് റേറ്റഡ് കറണ്ട് ആയിരിക്കും. സോ ഇതൊരു ഓവർലോഡ് സോണിലേക്ക് പോയി കഴിഞ്ഞാൽ 2 ടൈംസ് കറണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 11 എന്നുള്ളൊരു 22 ആംപിയർ ആക്കി കഴിഞ്ഞാൽ തന്നെ വയർ ഇമ്മീഡിയറ്റ്ലി ഇൻസുലേഷൻ ഹീറ്റ് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോറി, ടച്ച് ചെയ്താൽ അറിയാൻ പറ്റുന്നത് ഇൻസുലേഷൻ ഹീറ്റ് ആവുന്ന. പക്ഷേ ഇതൊരു മെൽറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ ടൈം എടുക്കും. അല്ലെങ്കിൽ വോൾട്ട് കറണ്ട് കൂടുതലാണെങ്കിൽ നമ്മളൊരു 3 ടൈംസ് കറണ്ടിലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ 16 ആംപിയറാണ് റേറ്റഡ് കറണ്ട്, 3 ടൈംസ് ആണെങ്കിൽ 48 ആംപിയർ ആവും. അപ്പോൾ നമ്മളൊരു 40 ആംപിയർ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വയർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹീറ്റ് ആവുന്ന നമുക്ക് അറിയാൻ പറ്റും. ഒരു 5 to 10 സെക്കൻഡ്സിൽ തന്നെ ഇത് PVC ഒരു ഗ്ലോസി ഫിനിഷിങ്ങിലേക്ക് മാറും. അതിൽ നിന്ന് സ്മെല്ല് വരും, മെൽറ്റ് ആവുന്നത് നമുക്ക് അറിയാൻ പറ്റും, ഫ്യൂംസ് വരുന്നത് കാണാൻ പറ്റും. ഈ ഒരു പ്രോസസ്സ് ആക്ച്വലി വയറ് നമ്മൾ ശരിക്കും കോണ്ടിവേറ്റിലായിരിക്കും. അപ്പോൾ അവിടെ ആംബിയൻ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, എയർ സർക്കുലേഷൻ കുറവായിരിക്കും, ആംബിയൻ ടെമ്പറേച്ചർ കൂടുതലുമായിരിക്കും. സോ ഇത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും കോണ്ടിവേറ്റിൽ നമ്മൾ. ഓരോ പ്രാവശ്യം ഒരു ഫോൾട്ട് കറന്റ് പാസ് ചെയ്യുമ്പോൾ വയർ ഈ ഒരു ഓവർലോഡിങ് പാസ് ചെയ്യും. പിന്നെയും അത് തണുക്കുമ്പോൾ കൂളാവും. ഇങ്ങനെ മൾട്ടിപ്പിൾ ഡേയ്സ് സംഭവിക്കുമ്പോൾ ഇത് കേബിളിൻ്റെ വയറിന് ഇൻസുലേഷന് ഏജിങ് സംഭവിക്കപ്പെട്ടു. സോ PVC തന്നെയാണെങ്കിലും 2 ടൈപ്പ് വരുന്നുണ്ട്. തെർമോസെറ്റിംഗ് ഫാസ്റ്റിംഗ്, തെർമോ ഫാസ്റ്റിംഗ് വരുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് തെർമോസെറ്റിംഗ് ആണ്. സോ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഡീഫോം ആയത് നമുക്ക് കാണാൻ പറ്റും. മെമ്മറി ഉള്ളാരും തിരിച്ച് ഷേപ്പ്. അതെ 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 അതെ. ഫോൾട്ട് കറന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിൻ്റെ ഇൻസുലേഷൻ ആക്ച്വലി ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻസുലേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ ഫയർ ആക്സിഡൻസിൽ ഒരു 40% ഇലക്ട്രിക്കൽ ഫോൾട്ടാണ് പറയുന്നത്. അതിൽ 90% ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പോൾ അതിലൊരു കീ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വയേഴ്സ് തന്നെയാണ്. അതാണ് കൂടുതൽ ലെങ്ത്തിൽ കവർ ചെയ്തത്. കാറിൻ്റെ വയർ എടുക്കുമ്പോൾ നമുക്ക് അതിൽ ഹീറ്റ് വിസ്റ്റാൻഡ് കപ്പാസിറ്റി കൂടുതലാണ്. പിന്നെ PVCയുടെ ലൈഫ് കൂടുതലാണ്. നമുക്ക് 50 years മോർ ദാൻ